ഇലോൺ മസ്ക് ലോകത്തിലെ മികച്ച ബിസിനസ്സുകാരൻ മാത്രമല്ല, നല്ല ഒരു പിതാവ് കൂടിയാണ്. പൊതുവെ മനുഷ്യത്വവിരുദ്ധൻ എന്ന വിശേഷണമാണ് മസ്കിനെ കുറിച്ച് പലരും പറയുന്നത്. ആ വിശേഷണം മാറ്റാനാണോ എന്നറിയില്ല. പോകുന്ന എല്ലായിടത്തും മക്കളെയും കൂട്ടിയാണ് മസ്കിന്റെ പോക്ക്. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റിന്റെ ഓവൽ ഓഫീസിലെത്തി 4 വയസ്സുകാരൻ മകൻ മാധ്യമശ്രദ്ധ നേടിയിരുന്നു. മോദിയെ കാണാനും ബിസിനസ് സംസാരിക്കാനും മസ്ക് എത്തിയത് പങ്കാളിയെയും 3 മക്കളെയും കൂട്ടിയാണ്. ടെസ്ലയുടെ ഓഫീസിലും കുട്ടികളെ കൊണ്ടുപോകുന്ന പതിവ് മസ്കിനുണ്ട്. പൊതുവെ ഗൗരവമുള്ള അന്തരീക്ഷത്തിൽ കുട്ടികളുടെ കളിയും ചിരിയും കരച്ചിലും ഒരു ആശ്വാസം കൊണ്ടുവരും എന്നത് സത്യം. എന്തായാലും മോദിയും മസ്കിന്റെ മക്കളെ കാര്യമായി പരിഗണിച്ചു. ബ്ലെയർ ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മോദി മസ്കിന്റെ മക്കൾക്ക് 3 പുസ്തകങ്ങൾ സമ്മാനിച്ചു. നൊബേൽ സമ്മാന ജേതാവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ദി ക്രസന്റ് മൂൺ, ദി ഗ്രേറ്റ് RK നാരായൺ കളക്ഷൻ, പണ്ഡിറ്റ് വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രം എന്നീ ക്ലാസിക് കൃതികളാണ് മോദി കുട്ടികൾക്ക് സമ്മാനിച്ചത്. സന്ദർശനത്തിന് മസ്കിനൊപ്പം പങ്കാളിയായ ഷിവോൺ സിലിനെയും ഉണ്ടായിരുന്നു. ഇലോൺ മസ്കിന്റെ കുടുംബത്തെ കാണാനും വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്ന് പ്രധാനമന്ത്രി മോദി പോസ്റ്റിൽ കുറിച്ചു. ലോകത്തിലെ ഏറ്റവും ധനികനായ മസ്കിന് 12 കുട്ടികളുണ്ട്. മുൻ ഭാര്യയും എഴുത്തുകാരിയുമായ ജസ്റ്റിൻ വിൽസണിൽ അദ്ദേഹത്തിന്റെ ആദ്യ കുട്ടി വെറും 10 ആഴ്ച പ്രായമുള്ളപ്പോൾ സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം ബാധിച്ച് മരിച്ചു. വിവാഹമോചനത്തിന് മുൻപ് ദമ്പതികൾക്ക് IVF വഴി 5 കുട്ടികളുണ്ടായിരുന്നു. ഇരട്ടകളായ ഗ്രിഫിൻ, വിവിയൻ, തുടർന്ന് 3 കുട്ടികളായ സാക്സൺ, ഡാമിയൻ, കൈ എന്നിവർ. തുടർന്ന് കനേഡിയൻ ഗായിക ഗ്രൈംസുമായുള്ള ബന്ധത്തിൽ 3 കുട്ടികളുണ്ട്. എക്സ് ആഷ് എറ്റ്വൽ, എക്സാ ഡാർക്ക് സൈഡീരിയൽ, ടൗ ടെക്നിക്കോ മെക്കാനിക്കസ് എന്നുമാണ് ഇവരുടെ പേരുകൾ. 3ാമത്തെ കുട്ടി വാടക ഗർഭധാരണത്തിലൂടെയാണ് ജനിച്ചത്. വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു മസ്കുമായുള്ള കൂടിക്കാഴ്ച നടന്നത്.